ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നില്ല 26 ഞാൻ പൊളിക്കുമെന്ന്. പക്ഷേ ഹോസ്പിറ്റലിലെ കേസുമായിട്ട് ഒരു മാസം പോയത് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകാൻ കുറേ ലാഗായി. അപ്പോൾ ലാണിങ്ങനെ സംസാരത്തിനിടെ പറഞ്ഞു നമ്മൾ ആറ്റുകാൽ പോകുന്ന കാര്യം. പിന്നെ ഞാനിവിടെ പോകാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചതേ അല്ല. പക്ഷേ ഞാൻ പോയിക്കുന്നു. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു അവിടെ. പൊങ്കാലയിടാൻ പോയി ഇതിലെനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് അവിടെ ചെന്ന് പൊങ്കാലയൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക്. അതുപോലെ തന്നെ ഒട്ടും താമസിക്കാതെ തലേദിവസം നമ്മൾ ചെന്ന ഉടനെ പത്മനാഭൻ്റെ അടുത്ത് പോയി. ഇതൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. കാരണം ഞാൻ 2 വർഷം അവിടെ നിന്നിട്ട് എനിക്ക് ഒരിക്കൽ പോലും പത്മനാഭൻ്റെ അടുത്തോ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാൻ്റെ ടീച്ചിങ്ങിലാട്ടോ ഞങ്ങളിതെല്ലാം വിട്ടത്. പൊങ്കാലയെല്ലാം ഞങ്ങൾക്ക് എല്ലാം ഇത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെയും ഗീതൻ്റെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു പൊങ്കാല. എന്തായാലും എല്ലാം വളരെ മനോഹരമായി തന്നെ കഴിഞ്ഞു കേട്ടോ. തിരിച്ചു വരാനായിട്ട് നല്ല കഷ്ടപ്പാടായിരുന്നു. എന്നാൽ പോലും പോയ കാര്യങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം സാധിച്ചിട്ടുണ്ട്. എന്തായാലും നടക്കുകയോ ഇല്ലെന്ന് നമുക്ക് കാണാം. നടക്കാതിരിക്കില്ല എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ പൊങ്കാല കാലം ഇങ്ങനെ പൊന്തിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സ് ഞാൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ ഭയങ്കര ഒരു ഇമോഷണലായിപ്പോയി. ഞാൻ അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ 2:15 കഴിഞ്ഞപ്പോഴാണ് അവർ വന്നിട്ട് തിരുമേനി വന്ന് തളിച്ചിട്ട് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.